ഞാൻ എൻ്റെ കഴിവിൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇത് ദോശയാക്കി എടുക്കാൻ. അപ്പോൾ നമ്മുടെ ചൈനീസ് ഡിഷായ ബീഫ് സ്റ്റിർ ഫ്രൈക്ക് ശേഷം ഞാൻ അവതരിപ്പിക്കുന്നു മറ്റൊരു ഡിഷ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻസിൻ്റെ സ്വന്തം ദോശയാണ്. ശരിക്കും നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഷസൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന അളവാണ് ഏറ്റവും പ്രശ്നം. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒരു മെഡിസിൻ ആണെന്ന് വിചാരിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള പല ഈ ഫാറ്റിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾക്ക് അങ്ങനെയല്ലല്ലോ, നമുക്ക് വയറ് നിറച്ച് കഴിക്കണം എന്നാണല്ലോ. അപ്പോൾ ദോശയ്ക്ക് മാവ് അരച്ച് പിടിച്ച് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഓൾറെഡി ഞാൻ മാവ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശ മാത്രമല്ല കേട്ടോ, ടൊമാറ്റോ ചട്നിയും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞ പോലെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് കുറച്ച് സൂര്യപ്രകാശം വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ പുളി പോയി. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ടൊമാറ്റോ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കട്ട് ചെയ്ത് തുടങ്ങാം. കറിവേപ്പില, തീ കൊളുത്താം. ദോശ തവയിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് എണ്ണയുടെ സഹായമുണ്ട്, മറ്റൊന്നും കൊണ്ടല്ല. നമ്മുടെ ഈ ക്യാമ്പിംഗ് പാത്രങ്ങൾക്ക് നമ്മുടെ ദോശ അല്ലാതെ ഉണ്ടാക്കാനായിട്ട് പറ്റുമോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് മാത്രം നമ്മൾ കുറച്ച് എണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പങ്ങളമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമായി സൂര്യൻ ചേട്ടൻ വന്നല്ലോ. ഞാൻ പരത്താൻ ചെറുതായിട്ടൊരു ശ്രമം നടത്തി, പാളിപ്പോയി. ഞാൻ എൻ്റെ കഴിവിൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇത് ദോശയാക്കി എടുക്കാൻ. ഗൈസ്, നമ്മുടെ ആദ്യത്തെ ദോശ നമ്മൾ ബൈബിളിൽ പറയുന്ന പോലെ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനെന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ ദോശ നമ്മൾ സീസറിന് കൊടുത്തിരിക്കുന്നു. ഒന്നും കൂടി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇപ്രാവശ്യം ഞാൻ പരത്തുന്നില്ല, അല്ലാതെ സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഈ ദോശയെങ്കിലും നേരെയായി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ദോശ നന്നായി കിട്ടുമോ ഇല്ലയോ? സൂര്യേട്ടൻ വന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് വൈഡ് ആംഗിൾ പിടിക്കുക. ദോശ എന്ന സ്വപ്നം ഞാനിവിടെ ഉപേക്ഷിക്കുകയാണ്. ചിലരത് ശരിയാവും, ചിലരത് ശരിയാവില്ല. എൻ്റെ എന്തായാലും ശരിയായിട്ടില്ല. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചതെന്നറിയാവോ? ഓ ഷിറ്റ്. പാത്രം ചൂടോടുകൂടി വെച്ചിട്ട് ഉറച്ചു പോയി. ഓക്കെ, നമുക്ക് പാത്രം കഴുകി വൃത്തിയാക്കി ചട്നി ഉണ്ടാക്കാം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ ആർഭാടമാക്കി ചെയ്യാനായിട്ട് നമുക്ക് കാട്ടിൻ്റെ ഉള്ളിൽ ആരും സൗകര്യം കൊണ്ട് തന്നിട്ടില്ലല്ലോ. സോ നമുക്ക് ചട്നി ഒന്ന് സെറ്റാക്കി എടുക്കാം.
അതിനായിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് നല്ലപോലെ അടിച്ചു കൊണ്ടുവന്നേക്കുക. അത് ഒഴിച്ചു കൊടുക്കുക. ഈ ഭാരം കുറയ്ക്കുന്നതിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ എന്തത്ര ഭാരം എന്ന് തോന്നുന്നുണ്ടാവില്ലേ? ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഏറെക്കുറെ ഒരു 3 കിലോമീറ്റർ അടുപ്പിച്ച് മാറിയിട്ടാണ് ഇപ്പോൾ ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ നടക്കാനായിട്ട് അങ്ങനെ ഒരു മഞ്ഞ് മാറ്റുന്ന ഒരു സ്ഥലം, കാരണം ഇവിടെയൊക്കെ നമുക്ക് മഞ്ഞ് കോമൺ ആയിട്ടുള്ള വാക്ക് വേ എന്നൊക്കെ ഇവർ മഞ്ഞ് മാറ്റുമല്ലോ. അങ്ങനെ മഞ്ഞൊന്നും മാറ്റാത്തൊരു സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ മഞ്ഞിക്കൂടി നടന്ന് തുഴഞ്ഞിട്ട് വേണം നമ്മൾ ഈ സ്ഥലത്ത് എത്താൻ. അതും നേരത്തെ ഞാൻ കാണിച്ചെന്ന പോലെ മലയും കുന്നും ഒക്കെയാണ്. അപ്പോൾ ചെറിയൊരു ബോട്ടിലാണെങ്കിൽ നമുക്ക് നല്ല ഭാരം തോന്നിക്കും കുറച്ചങ്ങ് നടന്ന് കഴിയുമ്പോൾ. അതുകൊണ്ടാണ് ഭാരം കുറയ്ക്കുന്നതെന്ന് പറഞ്ഞത്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ സ്ഥലത്തിലേക്ക് എത്താതിരിക്കാൻ തന്നെ കാരണം പകുതി ദൂരം അത്രയും വെയിറ്റ് കൊണ്ട് വന്നപ്പോഴേക്കും നമ്മൾ തകർന്നും തളർന്നും പോയായിരുന്നു. സോ അതാണ് ഈ ഭാരം കുറയ്ക്കുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ വേസ്റ്റ് ഒന്നും ഇവിടെ കളയാത്തതുകൊണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കളയാം. മൂടി വെച്ച് കൊടുക്കാം, നന്നായി ഒന്ന് വേവട്ടെ. നമ്മുടെ ടൊമാറ്റോ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്.